ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജീരകക്കഞ്ഞിയാണ്. ജീരകക്കഞ്ഞി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജീരകക്കഞ്ഞി എല്ലാവർക്കും വെക്കാൻ അറിയാം. ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജീരകക്കഞ്ഞി വെക്കാൻ വേണ്ടിയുള്ള സാധനത: 1/2 കപ്പ് പൊടിയരി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് വറുത്ത ഉണക്കലരി കഴുകി വൃത്തിയാക്കിയത്. ഈ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മേടിക്കുന്ന ഉണക്കലരിയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആശാളിയാണ് 2 സ്പൂൺ ഉണ്ട്. ഉലുവ 1.5 സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര ഇട്ട് വെക്കുമ്പോൾ തന്നെ ഒത്തിരി കഞ്ഞിയായിട്ട് കാണും കേട്ടോ. ഇത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ. അതെല്ലാം കൂടി വേവിക്കാനായിട്ട് കുക്കർ വെച്ചേ. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാവേ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇടാവേ. തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. 3-4 കൊച്ചുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ നല്ല ജീരകം, 1 സ്പൂൺ നല്ല ജീരകം പെരിഞ്ജീരകം, 1/2 സ്പൂൺ നല്ല ജീരകവും 1 സ്പൂൺ പെരിഞ്ജീരകവും വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ തേങ്ങയിലൊക്കെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിക്കുള്ള അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അരച്ചെടുത്ത അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരി വേകണം കേട്ടോ. അതുപോലെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിരിക്കണം. ഇനി സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി കഞ്ഞി ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നോക്കണം, അതിനുള്ള വെള്ളത്തിന്റെ ഒരളവ് ചേർത്ത് കൊടുക്കണം. ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ചൂടാവുമ്പോഴത്തേക്കിനും കുറുകിയിരിക്കും. കട്ടിയായിട്ടിരുന്ന അത്ര ടേസ്റ്റ് കാണത്തില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ ചൂടാക്കി മാത്രമേ എടുക്കാവുള്ളേ. അത് തിളച്ചു പോയാൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പം ഒരു ടേസ്റ്റ് കാണത്തില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. കഞ്ഞി ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. ഇനി കഞ്ഞിക്കകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് കഞ്ഞിയിലോട്ട് ചേർക്കാം കേട്ടോ. അത് ചട്ടി ചൂടായിട്ടുണ്ട്. അത് താളിക്കാൻ വേണ്ടി, ഉള്ളി താളിക്കാൻ വേണ്ടി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ചൂടാവട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാവേ. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിയുടെ അകത്തോട്ട് താളിച്ചത്, നെയ്യിൽ താളിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞി ഞാൻ ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കാണിക്കാവേ. അങ്ങനെ എൻ്റെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി ഒന്നുമില്ലാതെ ഇത് കുടിക്കാം. കൊച്ചു കുട്ടികൾക്കും വീട്ടിലുള്ള വലിയ ആൾക്കാർക്കും എല്ലാം രാത്രിയിലത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കാം കേട്ടോ.